സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാരക്കാട്. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പട്ടാമ്പിയിൽ നിന്ന് കുളപ്പുള്ളിക്ക് പോകുന്ന വഴിയുള്ള മാട് എന്ന സ്ഥലത്തെ പോലെ കിട്ടും. ഈ മാടിൻ്റെ അവിടെ അങ്ങനെ നല്ല അടിപൊളി കല്യാണത്തിൽ, പഴയ കാലത്ത് കല്യാണത്തിൽ പോയി കഴിക്കില്ലേ നമ്മൾ, നല്ല കുണ്ടൻ പാത്രത്തിൽ ബിരിയാണി, ആ സാധനം ഇവിടെ കിട്ടും പറഞ്ഞു കിട്ടും. ഇവിടെ സംഭവം 80 ഉറുപ്പ്യേ ഉള്ളൂ. നല്ല മറ്റേ വപ്പടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി കച്ചമ്പറും അച്ചാറൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കി, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വന്ന് കഴിക്കാം. മറ്റേ ജസ്റ്റ് അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. നല്ല കടയിൽ നല്ല കല്യാണത്തിൻ്റെ അതേപോലത്തെ ചോറ് ബിരിയാണി അല്ലേ? ബിരിയാണിയാണ്. അത് ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട്. ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട്. അതിന് പൊരിച്ചിട്ട് അതല്ല, ചിക്കൻ പൊരിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് മസാലയിലിട്ട് മസാല ആക്കിയിട്ട് വെക്കണം. ഉള്ളിക്കല മസാല നല്ല മസാല പിടിക്കും, ടേസ്റ്റ് ഉണ്ടാവും. എപ്പോഴും സ്റ്റീമായിരിക്കും. ഇൻഷാ അല്ലാഹ് കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഇതാണ് മക്കളെ നമ്മുടെ കല്യാണം. ഇതാണ് കല്യാണ ബിരിയാണി. കല്യാണത്തിൽ പോയി 80 രൂപയാ. 80 രൂപ. ബീഫാണെങ്കിൽ 100 രൂപ. ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കല്യാണത്തിൽ പോയി കഴിക്കൂലേ നമ്മൾ, കുണ്ടവിര പാത്രത്തിൽ. അതുപോലെ ആ പഴയ സ്റ്റീൽ പാത്രമുണ്ട്, സ്റ്റീലിൻ്റെ പാത്രത്തിൽ കല്യാണ ചോറ് കേട്ടോ, ചോറിൻ്റെ ബിരിയാണി. സാധാരണ ബിരിയാണിയിൽ പപ്പടം ഉണ്ടാവാറില്ല പൊതുവെ, പക്ഷെ ഇവിടുത്തെ ഇതിൽ പപ്പടമുണ്ട്. അതായത് കല്യാണത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടാകാൻ വേണ്ടിയാണ് സംഭവം, വേറൊന്നുമില്ല. റൈസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, മാത്രമല്ല 2 പീസുണ്ട് കേട്ടോ. നമ്മൾ ഈ വാങ്ങുന്നതിൽ പറയാം കച്ചമ്പത്ത പറയാം, നമ്മളെന്താ പറയുക, സലാഡ് പറയാം. അത് കുറച്ച് പരിഷ്കാരമാക്കണം അവർ അല്ലേ? പിന്നെ നല്ല അച്ചാറുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ കല്യാണത്തിൽ പോയി കഴിച്ചാൽ ഫീൽ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ ഉണ്ടാവും കേട്ടോ. വെള്ളിയാഴ്ച മാത്രം ലീവ് ഉള്ളൂ, ബാക്കി വെള്ളിയാഴ്ച ഉണ്ടാവും കേട്ടോ.